Hi guys, welcome back to Car Garage. Car Garage എന്ന് വന്നിരിക്കുന്ന ലാൻസറിൻ്റെ വീഡിയോ, എല്ലാവരും കാത്തിരിക്കുന്ന ലാൻസറിൻ്റെ വീഡിയോ. അതായത് വണ്ടി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല. പാർട്ട് 1 പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ഉള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതേ നമ്മൾ വണ്ടി ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ലാൻസർ പല കളറാവണ ലാൻസർ എന്നൊക്കെ പറയാം. അതായത് പല ഷെയ്ഡാണ് ഇതിനുള്ളത് കേട്ടോ. ഇത്തിരി ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് ഇത് ബ്ലാക്കാണ് ബേസ് അടിച്ചിരിക്കുന്നത്. അതിന് ഈ ഡാർക്ക് ഷെയ്ഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണത്. കുറച്ചുകൂടി ബാക്ക് വാട്ടറോ ബ്ലാക്ക് ഷെയ്ഡ് ഫീൽ ചെയ്യുന്നുണ്ട്. പല ഷെയ്ഡിങ് വന്നുകൊണ്ടിരിക്കും. സൈഡ് നോക്കണേ, പല ഷെയ്ഡിങ്ങും വന്നുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മളിത് ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് ക്രോം ലോഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കളറാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ട ഇപ്പോൾ ടോപ്പ് ബ്ലാക്ക് ഗ്രേ കളർ തോന്നുന്നുണ്ട്, പക്ഷേ ഇവിടെ വേറെ കളർ. ആ കളറിൻ്റെ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഷെയ്ഡ് 7 ഷെയ്ഡായിട്ട് വണ്ടി പല ഷെയ്ഡിലേക്കായിട്ട് മാറും. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമ്മളിതിൽ റീപ്ലേസ് പാർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെയിൽ ലൈറ്റുകൾ, ബാക്കിൽ ഡിക്കി റിഫ്ലക്ടർ, നമ്പർ പ്ലേറ്റ് കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്തു. പിന്നെ നമ്മൾ ഇതിൻ്റെ ബീഡിങ് കാര്യങ്ങളെല്ലാം ഈ വണ്ടിക്ക് ഉണ്ടായിരുന്ന ബീഡിങ് തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. വേറെ ബീഡിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഹെഡ് ലൈറ്റും കാര്യങ്ങളെല്ലാം പുതിയതാണ്. ഹെഡ് ലൈറ്റ് അതുപോലെ തന്നെ പാർക്ക് ലൈറ്റ് കാര്യങ്ങളെല്ലാം പുതിയതാണ്, റീപ്ലേസ് ചെയ്തു. നമ്പർ പ്ലേറ്റ് പുതിയത്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. പിന്നെ അതിൻ്റെ മിറർ ആയാൽ പോലും നമ്മളെ ബോഡിയുടെ സെയിം കളർ തന്നെയാണ് ഈ മിറർമേയും കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഷെയ്ഡിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അലോയ്സും കാര്യങ്ങളും നമ്മൾ ഈ വണ്ടിയിൽ നിലവിലുണ്ടായിരുന്ന അലോയ്സ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇന്നർ സൈഡിലെ ഒരു ഭാഗം ഈ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ഡ്രമ്മുമ്മയും ഈ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് പുറം ബോഡിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ. ഇതിൽ ഓൾട്രേഷൻ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്തിട്ടില്ല ഈ വണ്ടിയുമ്പോൾ. നമ്മൾ എങ്ങനെയാണ് ലാൻസർ ഇരിക്കുന്നത് ആ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടി ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് ഇതുമ്പോൾ കുറേ സ്കട്ടിങ് കാര്യങ്ങൾ ഫിറ്റ് ചെയ്യുകയും കുറേ ബീഡിങ് കാര്യങ്ങൾ, കുറേ ക്രോം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണ് ലാൻസർ ഇരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടി ചെയ്തിരിക്കുന്നത്.
നമ്മൾക്ക് ഇനി ഇൻറ്റീരിയർ സൈഡിലേക്ക് പോവാം. ഇൻറ്റീരിയർ സൈഡിൽ പോകുമ്പോൾ നമ്മളുടെ ഈ ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് വരുന്ന കളർ തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഈ നിലവിൽ ഉണ്ടായിരുന്ന ആ കളർ തന്നെ പെയിൻറ്റിങ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയറിൽ. പിന്നെ ഡോർ പാഡ് അതേപോലെ തന്നെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഡോർ പാഡിൻ്റെ ഈ ഒരു ഭാഗം ഡയമണ്ട് കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം മെറ്റാലിക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഡോർ പാഡ് ഇങ്ങനെ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം അപ്പം തന്നെ മെറ്റീരിയൽ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ സ്റ്റിച്ചിങ് ആണ്. ഈ ഒരു ഫിനിഷിങ്ങിൽ സീറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും സഡാൻ ടൈപ്പ് ആ ലക്ഷറി ടൈപ്പിൽ തന്നെയാണ് സീറ്റിങ് കാര്യങ്ങളെല്ലാം ആ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വേറെ ഒരു രീതിയിൽ ചെയ്തത് ഫോർമാറ്റിംഗ് ആയാൽ പോലും സാധാ ടൈപ്പല്ല, ഇത്തിരി എന്നിട്ട് പറയാം ഷൈനിങ് ഉള്ള ടൈപ്പുള്ള ഫ്ലോർ മാറ്റാണ്. സാധാ റൗണ്ട് ഇത് വരുന്നതാണ് ബ്ലാക്ക്, പക്ഷേ ഇത് ബ്ലാക്ക് കളർ ഒരു ഗ്രേ ടൈപ്പ് ഫ്ലോർ മാറ്റിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ബീഡിങ് ഇടാനുണ്ട്, അത് ബാക്കിയാണ് അതിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞിരിക്കുകയാണ് ആ സാധനം. അതേപോലെ നമ്മുടെ ഈ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളെല്ലാം സ്റ്റിച്ചിങ് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗിയർ ലിവറിൻ്റെ ഈ ഒരു ഭാഗം സ്റ്റിച്ചിങ് ചെയ്ത് ക്ലിയർ ചെയ്തു. ഗിയർ ലിവറിൻ്റെ അടിഭാഗം ഇതേപോലെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹാൻഡ് റെസ്റ്റ് ഇതേപോലെ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലെ കാര്യങ്ങൾ. ഇപ്പോൾ ബാക്ക് സൈഡിൽ പോകുമ്പോൾ നമ്മൾ ഈ ബാക്ക് സൈഡിൽ ഈ സീറ്റിന് ബാക്ക് സൈഡിൽ സിപ്പ് കൊടുത്തിട്ടുണ്ട്. സാധനങ്ങളെല്ലാം വയ്ക്കാനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ടൈപ്പ് സീറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ ഈ ഒരു ഭാഗം ഫ്ലൈ ആയിരുന്നു. ആ ഫ്ലൈയിൽ ടോപ്പ് ബ്ലാക്ക് ആ മാറ്റ് ഫിനിഷിങ്ങിലുള്ള ആ റച്ചിൻ ഒട്ടിച്ചിട്ടുണ്ട്. ഡയമണ്ട് കട്ടിംഗ് ആണ് സീറ്റിൻ്റെ ആ ഒരു ഭംഗി നമ്മൾക്ക്. പിന്നെ ഇതൊക്കെ ഉണ്ട് ക്ലാസ് ലുക്കിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടി ചെയ്തിരിക്കുന്നത് കേട്ടോ. പക്ക ക്ലാസ് ലുക്ക്, നല്ല രീതിയിൽ നമ്മളെല്ലാ വർക്കും ചെയ്തു തീർത്തു എന്ന് തന്നെ പറയാം. ഫുള്ളായിട്ട് ഈ വണ്ടി മുന്നേ നിങ്ങൾ ഇന്നർ സൈഡ് കണ്ടിട്ടില്ല, പുറം ബോഡിയും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉണ്ടായിരിക്കാം. ഇന്നർ സൈഡ് നമ്മളും അതേപോലെ തന്നെ ഔട്ടർ സൈഡെല്ലാം നല്ല രീതിയിൽ നമ്മൾ ഈ വണ്ടിനെ ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. I've been up for 3 nights. My eyes are bloodshot red. Damn, I wanna see the sunshine. It's getting to my head. One look in the mirror, don't like what I find. I know that somewhere in there there's a good guy, but he runs away at midnight. I'm sorry that I stole your car. Ain't got those tattoos on my arms that don't mean shit to me. Maybe you should pull the alarm, so I don't take it way too far. Die before I'm 23. I'm sorry, Mom. I'm sorry. കളർ ചേഞ്ച് ചെയ്യാനുണ്ടോ? गियर का तो टाइट नहीं है. I'm sorry, Mom. I'm sorry, Mom. I'm sorry, Mom. I'm sorry, Mom. My siblings are perfect and I wish I were the same. Making bad decisions, it should be my middle name. I love playing with fire, it's my favorite. Watch it burn my whole house down, not feel a thing. One look in the അപ്പോൾ നമ്മളുടെ ലാൻസർ ഇത് ഫുൾ കംപ്ലീറ്റ് ആയി. നമ്മളിതിൽ അഡീഷണൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ക്രോം ലോഷൻ എന്ന കളർ തന്നെയാണ് ഇതിൽ എടുത്ത് പറഞ്ഞ ഹൈലൈറ്റ് കാര്യങ്ങൾ. അതേപോലെ തന്നെ സീറ്റ് കവറ്, പിന്നെ ഡാഷ്ബോർഡ് പെയിൻറ്റിങ് കാര്യങ്ങളും, പിന്നെ സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, സെൻട്രൽ ലോക്ക് ഫിറ്റ് ചെയ്തു. പിന്നെ പോളോൻ്റെ ഹോൺ വെച്ചിട്ടുണ്ട്, ഹോൺ പോളോൻ്റെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്കും വർക്കാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഫുൾ റീസ്റ്റോറേഷനായിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസുകളിലേക്ക് ഇനി ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.